നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ്. ദശലക്ഷക്കണക്കിന് ഉക്രൈനിയക്കാർ ക്രിസ്മസ് ദിനം ആഘോഷിക്കുകയാണ്. രാജ്യത്തിന്റെ ഊർജ അടിസ്ഥാന സൗകര്യത്തിനു നേരെ ഇപ്പോൾ റഷ്യയുടെ അപ്രതീക്ഷിത മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ക്രിസ്മസിന് ആക്രമണം നടത്താൻ റഷ്യ ബോധപൂർവമായി തീരുമാനമെടുത്തതായാണ് പ്രസിഡന്റ് സെലൻസ്കി കുറ്റപ്പെടുത്തുന്നത്. ക്രിസ്മസ് ദിനത്തിൽ യുക്രൈന്റെ ഊർജ സംവിധാനം റഷ്യ തകർത്തെറിഞ്ഞു. ക്രിവിറിഹിലെയും ഖാർക്കീവിലെയും ജനവാസ മേഖലകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഖാർക്കീവ് ബാലിസ്റ്റിക് മിസൈലുകളാൽ ആക്രമിക്കപ്പെട്ടുവെന്ന് യുക്രൈനിയൻ വ്യോമസേന അറിയിച്ചു. മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് റഷ്യ അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. 184 മിസൈലുകളും ഡ്രോണുകളും കണ്ടെത്തിയതായി യുക്രൈനിന്റെ വ്യോമസേന പറയുന്നു. പലരെയും വെടിവെച്ചു വീഴ്ത്തിയിട്ടുണ്ട്. ലക്ഷ്യം കൈവരിച്ചു എന്ന് പറഞ്ഞ് റഷ്യ വമ്പിച്ച ആക്രമണം എന്നത് സ്ഥിരീകരിച്ചതായും അറിയിച്ചു. കൈവിൽ ആളുകൾ മെട്രോ സ്റ്റേഷനുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പുടിൻ ആക്രമണത്തിനായി ക്രിസ്മസ് ദിനം തന്നെ മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാണ്. ഇതിലും മനുഷ്യത്വരഹിതമായ മറ്റൊന്നുണ്ടോ എന്നാണ് സെലൻസ്കി ചോദിക്കുന്നത്. റഷ്യയെപ്പോലെ യുക്രൈൻ പരമ്പരാഗതമായി ജൂലിയൻ കലണ്ടർ പിന്തുടരുന്നതിനാൽ ജനുവരി 7 ക്രിസ്മസ് ആഘോഷിക്കാറുള്ളത്. എന്നാൽ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി 2023 ജൂലൈയിലാണ് ഈ നിയമം മാറ്റുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് യുക്രൈനിൽ രണ്ടാമത്തെ ക്രിസ്മസ് ആഘോഷമാണ്. ജനുവരിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന റഷ്യൻ പൈതൃകം ഉപേക്ഷിക്കാൻ യുക്രൈനിയക്കാരോട് സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ റഷ്യൻ സൈന്യം ഡെനിപ്രോ മേഖലയിൽ വൻതോതിൽ ആക്രമണം നടത്തുകയാണ്. പ്രദേശത്തെ വൈദ്യുതി സംവിധാനത്തെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് കടുത്ത തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ നിവൃത്തിയില്ലാതെ ആളുകൾ കഷ്ടപ്പെടുകയാണ്. ശത്രു വീണ്ടും ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ച് വൻതോതിൽ ആക്രമണം നടത്തുകയാണ്. റഷ്യ വ്യോമാക്രമണം ശക്തമാക്കിയതിനാൽ 3 വർഷത്തെ യുദ്ധത്തിനിടയിലെ ഏറ്റവും ദുർഘടമായ ശൈത്യകാലത്തിലൂടെയാണ് യുക്രൈൻ കടന്നുപോകുന്നത്. ഊർജ്ജ സംവിധാനം തകർന്നതിന്റെ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കാനുള്ള നടപടികൾ ദ്രുതഗതിയിൽ ഉണ്ടാകുമെന്ന് യുക്രൈൻ ഊർജ്ജ മന്ത്രി സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. റഷ്യ വൈദ്യുതി മേഖലയെ വൻതോതിൽ ആക്രമിക്കുകയാണെന്നും ആഘാതം കുറയ്ക്കുന്നതിന് ട്രാൻസ്മിഷൻ സിസ്റ്റം ഓപ്പറേറ്റർ വൈദ്യുതി വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും യുക്രൈനിലെ ഊർജ്ജ മന്ത്രി ജർമൻ ഗലൂഷ്ചെങ്കോ ഫേസ്ബുക്കിൽ പറയുന്നു. കുർസ്ക് മേഖലയിലെ എൽഗോ പട്ടണത്തിൽ യുക്രൈനിയൻ ഷെല്ലാക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 5 പേർ പരിക്കേൽക്കുകയും ചെയ്തതായി മേഖലയിലെ ആക്ടിംഗ് ഗവർണർ അറിയിച്ചു. അലക്സാണ്ടർ ഖിൻഷെറ്റയിൽ പറയുന്നത് 5 നിലകളുള്ള കെട്ടിടം, 2 ഒറ്റനില കെട്ടിടങ്ങൾ, ഒറ്റനില ബ്യൂട്ടി സലൂൺ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. സ്ഫോടന തരംഗം ഒരു ഗ്യാസ് പൈപ്പ് ലൈനിന്റെ ചെറിയ ഭാഗം നശിപ്പിച്ചിട്ടുണ്ട്. അയൽവീടുകളിലെ ജനാലകളെല്ലാം പൊട്ടിത്തെറിച്ചു. കൂടാതെ 1 ഡസൻ കാറുകളെങ്കിലും കേടുവന്നു എന്നും അലക്സാണ്ടർ ഗിൻസ്റ്റെയിൻ വ്യക്തമാക്കി. സൈനിക വ്യാവസായിക സമുച്ചയത്തിന്റെ പ്രവർത്തനം ഉറപ്പാക്കുന്ന യുക്രൈനിലെ നിർണായക ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളിൽ ദീർഘദൂര കൃത്യതയുള്ള ആയുധങ്ങളും സ്ട്രൈക്ക് ഡ്രോണുകളും ഉപയോഗിച്ച് തങ്ങളുടെ സൈന്യം വൻ ആക്രമണം നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം പറയുന്നു. സമരത്തിന്റെ ലക്ഷ്യം കൈവരിച്ചു, എല്ലാ സൗകര്യങ്ങളും തകർത്തെറിഞ്ഞു എന്നാണ് റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം കുറിക്കുന്നത്. ഓഗസ്റ്റ് 1 അതിർത്തി കടന്നുള്ള അപ്രതീക്ഷിത ആക്രമണത്തെ തുടർന്ന് കുർസ്ക് മേഖലയുടെ ചില ഭാഗങ്ങൾ യുക്രൈൻ കൈവശപ്പെടുത്തിയിരുന്നു. യുക്രൈനിയൻ ആക്രമണത്തിനു ശേഷം മേഖലയിൽ 5 പേർ കൊല്ലപ്പെട്ടതായി ഖിൻഷെയിൻ കഴിഞ്ഞയാഴ്ചയാണ് പറഞ്ഞത്. ഇതിനിടെ റഷ്യയിലെ നോർത്ത് ഒസേഷ്യ മേഖലയിലെ വ്ളാഡിവാസ്കിയിൽ തടഞ്ഞുവെച്ച യുക്രൈനിയൻ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഒരു ഷോപ്പിംഗ് സെന്ററിൽ വീണതിനെ തുടർന്ന് ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2024 വസന്തകാലം മുതൽ റഷ്യ യുക്രൈനിയൻ ഊർജ്ജ മേഖലയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഇത് അതിന്റെ ഉൽപാദന ശേഷിയുടെ പകുതിയോളം കേടുവരുത്തുകയും രാജ്യത്തുടനീളം പവർ കട്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. റഷ്യൻ ക്രൂയിസ് മിസൈൽ വിക്ഷേപണത്തിന് മറുപടിയായി ബുധനാഴ്ച രാവിലെ യുക്രൈനിയൻ സൈന്യം രാജ്യവ്യാപകമായി വ്യോമ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഊർജ്ജ കമ്പനിയായ ഡി-ടെക് തങ്ങളുടെ ഉൽപാദന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടുവെന്നും ഇത് വൈദ്യുതി ഉപകരണങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് എന്നും ആരോപിച്ചു. ഈ വർഷം ഉക്രൈനിയൻ ഊർജ്ജ മേഖലയ്ക്കെതിരായ 13ാമത്തെ വൻ ആക്രമണമാണ് ഇത്. ഡി-ടെക് കമ്പനിയുടെ ഊർജ്ജ സൗകര്യങ്ങൾക്ക് നേരെയുള്ള 10ാമത്തെ വൻ ആക്രമണവും. പ്രാദേശിക അധികാരികളും വ്യോമസേനയും കിഴക്കൻ, മധ്യ, തെക്ക്, പടിഞ്ഞാറൻ മേഖലകളിൽ മിസൈൽ ഓവർഫ്ലൈറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.